നമസ്കാരം. നമ്മുടെ അമ്പലം നാഗദേവതയാണ്. അതായത് അനന്തപത്മനാഭ സ്വാമികൾ എന്നാണ് നമ്മൾ നേരത്തെ പേര് വെച്ചിട്ടുള്ളത്. അപ്പോൾ സർപ്പക്കാവായതുകൊണ്ട് നമ്മുടെ പ്രദേശത്തിലെ പ്രകൃതി ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഈ പ്രദേശവാസികൾക്കൊക്കെ വളരെ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നത് തന്നെ ഈ ഒരു അമ്പലം വന്ന ശേഷമാണ്. കാരണം പണ്ട് എന്ന് പറയുമ്പോൾ ഒരു 20-22 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെപ്പോൾ നോക്കിയാലും ഈ റോട്ടിൽ കൂടെ നടക്കാൻ സാധിക്കില്ല. എന്നും അഴഞ്ഞ് നടക്കുന്ന ജന്തുക്കളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. അതായത് സർപ്പങ്ങളുടെ വിളയാട്ടും അതുപോലെ തന്നെ ചേരപ്പാമ്പുകളും എല്ലാതരം പാമ്പുകളും നമ്മുടെ ഈ റോട്ടിലൊക്കെ ഫുള്ളായിട്ട് കളിച്ച് നടക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കൂടെ നമുക്കത് നടക്കാനോ ഒന്നിനും സാധിക്കില്ലായിരുന്നു. ഇത് സ്വയംഭൂവായി വന്നൊരു പുറ്റുകൂടിയാണ്. നമ്മളിത് ക്ഷേത്രമായിട്ടിപ്പോൾ 12 വർഷമായിട്ടുള്ളൂ. ഇതിന് തൊട്ട് മുൻപ് ഇതിൻ്റെ തന്നെ ഒരു ഓപ്പോസിറ്റ് ഒരു സ്വയംഭൂവായൊരു പുറ്റുണ്ടായിരുന്നു. ആ പുറ്റിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരാധിക്കാൻ തുടങ്ങിയിട്ട് 23ാമത്തെ വർഷമാണിത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു അതിനുശേഷം ആ അമ്പലത്തിൽ നിന്ന് അവിടെ റോഡ് വികസനത്തിൻ്റെ കാര്യമായിട്ട് അവിടെ നിന്നൊരു മാറ്റം വന്നിരുന്നു. ആ മാറ്റത്തിൻ്റെ അധിഷ്ഠിതമായിട്ടാണ് നമുക്കിവിടെ ഓപ്പോസിറ്റ് ഒരു ക്ഷേത്രമായി തന്നെ നമ്മൾ പണിക്കരുമായി വെച്ചിട്ടൊക്കെ പ്രശ്നം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ശുഭമായി വരും എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ക്ഷേത്രം പണിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുറ്റ് സ്വയംഭൂവായി തന്നെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും, അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറകെ എല്ലാം നമ്മുടെ ദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും വലിയ രീതിയിലുള്ള മാരക രോഗങ്ങളൊന്നും ഇല്ലാതെ ഒരു നല്ല രീതിയിൽ അത്യാവശ്യം ദാരിദ്ര്യം അനുഭവിക്കാത്ത കുടുംബങ്ങളാണ് ഇപ്പോൾ ഒട്ടുമിക്ക നമ്മുടെ ഈ ഭാഗത്തുള്ളത്. ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചു. പിന്നെ പ്രാർത്ഥനകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് ചേച്ചിമാർക്ക് കല്യാണം മാലയോഗങ്ങൾ തീരെ നടക്കാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഒരുപാട് ബന്ധുക്കൾക്ക് നമ്മുടെ ഇവിടുന്ന് ഒരു പ്രാർത്ഥന വെച്ചുകൊണ്ട് തന്നെയാണ് കല്യാണം നടന്നിട്ടുള്ളത്. അതുപോലെ സന്താന സൗഭാഗ്യങ്ങളും നടന്നിട്ടുള്ളതും ഒരു പ്രാർത്ഥന വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കുക. ഇവിടെ വിശേഷാലാണ്. ആയില്യ പൂജയ്ക്ക് വരാൻ സാധിക്കുന്ന ആൾക്കാർക്ക് വരാം. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് വേണ്ട വഴിപാടുകളുടെ വിവരങ്ങൾ തരികയാണെങ്കിൽ, പേര് നക്ഷത്രം തരികയാണെങ്കിൽ കൃത്യമായിട്ട് മാസത്തിൽ നമ്മൾ ആചരിച്ച് വരും. ഇവിടെ കഴിക്കുന്നത് 100 പാലും കഴിക്കുന്നുണ്ട്. അതുപോലെ ആയില്യ പൂജ കഴിക്കുന്നുണ്ട്, ഭാഗ്യസൂക്തം കഴിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള തകർച്ചകളൊക്കെ ഉള്ള ആൾക്കാർക്ക് ബിസിനസ്സിൽ മുന്നേറാനായിട്ടുള്ള പൂജകളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുടുംബാരോഗ്യത്തിനുള്ള പൂജകളും നടക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളുള്ളവർ പേര് നക്ഷത്രമൊക്കെ തരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പൂജകൾ മാസം തോറും കൃത്യമായിട്ട് നടത്തി വരുന്നുണ്ട്.